ഇപ്പോൾ ഏതായാലും ഉഷാറായിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നു. പിന്നെ ഇവിടെ ഇവർ ഗാഡറുകളൊക്കെ ഇവിടെ കൊണ്ടുവച്ച ഒരു ഏരിയ ആയിരുന്നു. ഇവിടെയൊക്കെ റോഡൊക്കെ കുറച്ചൊരു ഡാമേജ് ആയിട്ടുണ്ട്. ആ ഏരിയയിൽ മൊത്തം. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് കൂരിയാടാട്ടോ. കൂരിയാട് വർക്ക് ഫിനിഷായി വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ കൂരിയാട് ഉദ്ഘാടന ദിവസം ഏതായാലും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ തുറന്നു കൊടുക്കുന്ന ആ ഒരു നിമിഷം നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഒരുപാട് കാലം ഇവിടെ വീഡിയോ എടുത്തതല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കാഴ്ച, ഫൈനൽ വീഡിയോ എന്ന് തന്നെ പറയാം. കൂരിയാടുള്ള വാഹനങ്ങളൊക്കെ പോകുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫുള്ള് വർക്ക് കഴിഞ്ഞു കേട്ടോ. 6 വരിപ്പാത ഫുള്ള് ഓപ്പൺ ആയിട്ടോ. ഇത് കണ്ടങ്ങളെ, ഇത്ര കാലം ഒരു വർഷം മുമ്പാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത്. ഇവിടെ RE ബ്ലോക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു കെട്ടായിരുന്നു. ആ ഭാഗത്ത് ഇതാണ് ഈ അണ്ടർപാസ് കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു 350 മീറ്ററോളം നീളത്തിൽ നമ്മുടെ RE ബ്ലോക്ക് ഒക്കെ കൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണു. വലിയ അപകടമൊന്നുമില്ലാതെ അങ്ങനെ രക്ഷപ്പെട്ടു. പിന്നെ അതിനുശേഷം ഇവിടുത്തെ ജനങ്ങളുമൊക്കെ പണ്ടേ പറഞ്ഞതാട്ടോ, ഇവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ കൊടുക്കണം എന്നുള്ളത്. പിന്നെ എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ വേണം എന്നുള്ളത് ഇതിൻ്റെ അധികാരികൾക്കും മനസ്സിലായി. അങ്ങനെ KNRCLന് ഓർഡർ കൊടുത്തു. അതെല്ലാം പൊളിച്ചു മാറ്റി എലിവേറ്റഡ് ബ്രിഡ്ജ് നിർമ്മിക്കാമെന്നുള്ള. അതിനുശേഷം അവർ ഒരു വർഷത്തെ സമയമാട്ടോ കൊടുത്തത്. ആ ഒരു വർഷത്തെ സമയം കറക്റ്റ് അവരിതാ ഫിനിഷ് ചെയ്തു. കുറച്ച് 3-4 ദിവസം മുമ്പാട്ടോ ഇത് ഓപ്പണാക്കി കൊടുത്തത്. ഏതായാലും അടിപൊളി, വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നു. കൂരിയാട് നമ്മുടെ കുളപ്പുറം ഭാഗത്തു നിന്നൊക്കെ വാഹനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിട്ടോ നമ്മുടെ സർവീസ് റോഡിലൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകാനേ. ഇവിടെയൊക്കെ കൂരിയാട് ഈ ജംഗ്ഷനൊക്കെ ഏത് സമയത്തും ബ്ലോക്കായിരുന്നു. ഇപ്പം അതൊക്കെ പോയി ഇവിടെയൊക്കെ ബ്ലാങ്കായി. വാഹനങ്ങൾ കുറച്ചേ ഉള്ളൂ. ഇവിടെ നാട്ടിൽ പോകുന്ന വാഹനങ്ങൾ കുറച്ച് നമുക്ക് അടിയിലൂടെ പോയി നോക്കാം. അവിടുത്തെ ബ്ലോക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അടിയിലെ വർക്ക്, ഇനി പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാം നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ 6 വരിപ്പാതൻ്റെ നടുക്കിൽ നിന്ന് വീഡിയോ എടുക്കലൊന്നും ശരിയുള്ള ഏർപ്പാടല്ല. ഇതിപ്പം കുറച്ച് വർക്കുകളോടൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇതാ ഇവിടെ ലൈനിൻ്റെ കറണ്ടിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ജോലിക്കാരത് അതിൻ്റെ ചോട്ടിലുണ്ട്, ആ ഷീറ്റിൻ്റെ ചോട്ടിലുണ്ട് കേട്ടോ. അവർ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നു. അവിടെ അതുപോലെ ട്യൂബുലർ മാർക്കറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഡിവൈഡർ ഇവിടെ 2 വരിപ്പാതായിട്ട് ചുരുങ്ങുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. നമ്മുടെ കൂരിയാട് ഈ ഒരു അണ്ടർപാസിൻ്റെ അടുത്തേക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കൂരിയാട് ഈ ഫ്ലൈ ഓവർ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ പാടെ തന്നെ അവിടെ ഒരു പാലമുണ്ട്, പാണമ്പുഴ പാലം. ആ പാലത്തിൻ്റെ അവിടെ നമ്മുടെ സർവീസ് റോഡ് പാലത്തിന് 2 പാലം, പഴയ ഒരു പാലം നിലനിർത്തിയ ഒരു ഏരിയ ആണത്. ഒരു പാലം മാത്രമേ പുതിയതായിട്ട് നിർമ്മിച്ചുള്ളൂ. പഴയ പാലങ്ങൾ 2 വരി പാതമായിട്ട് വരുന്നത്. ആ പുതിയ പാലം 3 വരി പാത. ഈ പഴയ പാലം നിലനിർത്തിയ ഏരിയയിൽ അങ്ങനെ മൊത്തത്തിൽ 5 വരി പാതയുള്ളൂ കേട്ടോ. ആ പാതയിൽ നിന്ന് നമ്മുടെ ഒരു അണ്ടർപാസ്, അതായത് ഒരു ടൗണിലെ ജംഗ്ഷൻ അണ്ടർപാസിൻ്റെ അടുത്തേക്ക്, പാലത്തിൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയായാലും എക്സിറ്റ് എൻട്രി എന്തായാലും ഉണ്ടാകും. അപ്പോൾ അവിടെ ഒരു എക്സിറ്റ് കൊടുക്കേണ്ട ഒരു ഏരിയ വന്നപ്പം ഈ ഏരിയ കുറച്ച് ഭാഗം 2 വരി പാതയായി അവർ ട്യൂബുലർ മാർക്കറൊക്കെ വെച്ചിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഏരിയ അത്രയും അവിടുന്ന് തൊട്ടപ്പുറത്ത് തന്നെ അവർ 3 വരി പാതയിലേക്ക് തുടങ്ങാം കേട്ടോ. പക്ഷേ അവർ കുറച്ച് ട്യൂബുലർ മാർക്കർ അതുവരെ നീട്ടി വെച്ച് അവിടെ കുറച്ച് ഒരു ഭാഗം ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അവിടെ 2 വരി പാതയായിട്ട് ചുരുങ്ങുന്നത് കേട്ടോ.
ഇവിടെ അതുപോലെ ഡിവൈഡറിൻ്റെ വർക്ക്, അതായത് നമ്മുടെ സർവീസ് റോഡായിട്ടുള്ള ഡിവൈഡറിൻ്റെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട്. ഡിവൈഡർ റെഡിമെയ്ഡാണ്. ആ റെഡിമെയ്ഡ് ഇവിടെ എടുത്ത് വെച്ച് അവർ കുമ്മായം കൊണ്ടൊക്കെ ഇങ്ങനെ അടച്ച് റെഡിയാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെയൊക്കെ റോഡൊക്കെ വർക്കേഴ്സ് ഉണ്ടാകുമ്പോൾ അവർ ബ്ലോക്ക് ചെയ്യും. ഒരു ലൈന്, ആ ലൈന് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അതുപോലെ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് അവർ ട്യൂബുലർ മാർക്കർ വെച്ചിട്ട് കുറേ സ്പേസ് അവിടെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും പിന്നീട് ഇപ്പോൾ ഉപയോഗത്തിലേക്ക് വരില്ല. ഏതായാലും നമ്മുടെ ഈ കൂരിയാട് ഭാഗം അങ്ങ് തുറന്ന് കൊടുത്തതോടുകൂടി നമ്മുടെ രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയുള്ള KNRCയുടെ വർക്ക് ഫിനിഷിങ് എന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ നമ്മുടെ വെട്ടിച്ചിറ ഭാഗത്ത് ടോൾ കൊടുത്തു പോകുന്ന ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഇവിടെയും ബ്ലോക്കില്ലാതെ യാത്ര ചെയ്യാലോ. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വെട്ടിച്ചിറന്നും ടോളൊക്കെ കൊടുത്ത് പാഞ്ഞ് വരുമ്പം കോഴിക്കോട് വേറെ ടോളും ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ബ്ലോക്കുള്ള സ്ഥലമൊക്കെ കാണുമ്പം ടോൾ കൊടുക്കുന്ന ആളുകൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. ഇവിടെ ട്യൂബുലർ മാർക്കറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ജോലിക്കാരുണ്ട്. ഇനിയിപ്പോൾ അവർ ചായ കുടിക്കാൻ പോയതാണ്. ഇവിടെ ഈ സർവീസ് റോഡ്, ഈ സർവീസ് റോഡിൽ നിന്ന് നേരെ ഇവിടുന്ന് 6 വരിപ്പാതയിലേക്കാണ്. ഇവിടെ മൂന്നാമത്തെ ഒരു പാലില്ലാത്തതുകൊണ്ട് നേരെ 6 വരിപ്പാതയിലേക്കാണ് കയറുന്നത്. അവിടുന്ന് തൊട്ടപ്പുറം ആ പാലം കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ഉണ്ട്. ഇവിടുന്ന് അതിലേക്ക് കയറിയിട്ട് വീണ്ടും സർവീസ് റോഡിലേക്ക് കയറാം. അതാട്ടോ പരിപാടി. അപ്പോൾ ഏതായാലും ബൈക്ക് ഓട്ടോ ഒക്കെ നിരോധിച്ച് കറക്റ്റ് നിലവിൽ നിയമത്തിൽ വരുന്ന സമയത്ത് ഈ ബൈക്ക് ഓട്ടോ ഒക്കെ എന്തായാലും ഈ ഒരു 6 വരിപ്പാതൻ്റെ മുകളിലേക്ക് കയറേണ്ട അവസ്ഥ എന്തായാലും ഉണ്ടാകും. ബൈക്ക് ഓട്ടോ ഒക്കെ നിരോധനത്തിൻ്റെ ബോർഡുകളൊക്കെ എല്ലാ സ്ഥലത്തും സ്ഥാപിച്ചിട്ട് കുറേ കാലമായി. ഇപ്പോഴും ബൈക്ക് ഓട്ടോ ഒക്കെ എപ്പോഴും പോകുന്നുണ്ട്. കേരളത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടോ ആണോ എന്താണെന്നറിയില്ല, കർശനമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഓരോരുത്തർക്ക് ഫൈൻ വരുന്നുണ്ടോ അതും അറിയില്ല. അറിയാവുന്നവർ കമൻറ്റ് ചെയ്താളി. ഇതാട്ടാ നമ്മുടെ പാലത്തിൻ്റെ അടുത്തേക്കുള്ള നമ്മുടെ സർവീസ് റോഡ് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഒരു 4 മീറ്ററോളം ഒരു ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ വരെ ട്യൂബുലർ മാർക്കർ വെച്ചിട്ട് ഇവിടെ ഒരു ഡിവൈഡ് ഒരു ഏരിയ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പിന്നീട് എപ്പോഴെങ്കിലും ഒരു പാലം ഇവിടെ വരികയാണെങ്കിൽ അതിലേക്ക് കയറാനുള്ള ഒരു സ്പേസ് അവരിവിടെ ആദ്യം കണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പം അവിടെ പാലം വരിക എന്നുള്ളത് എന്തായാലും ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു പുതിയ പാലം നിർമ്മിച്ച ഏരിയയിൽ അവർ ഫുട്പാത്ത് വരെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുട്പാത്ത് ഇനിയിപ്പോൾ പാലം വരുന്ന സമയത്ത് ആ ഫുട്പാത്തൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ ഫുട്പാത്തൊക്കെ കട്ട് ചെയ്തില്ല. അതുപോലെ ഈ പാലവുമായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ് ഇനി ഉണ്ടാകുക കേട്ടോ. അങ്ങനെ പാലം വരിക എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വീടൊക്കെ ഇതിൽ പോകേണ്ടി വരും. ഡ്രെയിനേജിലെ വെള്ളം റോഡ് വന്ന് പുഴയിലേക്ക് എത്തിക്കുന്ന ആ പരിപാടി കണ്ടോ. അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് സർവീസ് റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ തിരക്കൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ. ഒക്കെ മുകൾ ഭാഗത്തു കൂടി എങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ അടിഭാഗത്ത് പെയിൻറ്റിങ് വർക്കുകളാണ് കാര്യമായിട്ടുള്ളത്. അതിൻ്റെ പൈപ്പുകളൊക്കെ ഇടാനുണ്ട്. അതൊക്കെ പിന്നീട് അവരങ്ങനെ സൈഡിലങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് വാഹനം ഓടുന്നതുകൊണ്ട് അങ്ങനെയുള്ള വർക്കുകൾക്കൊന്നും വിഷയമില്ല. ആ ഭാഗത്തൊക്കെ ഫുള്ള് പെയിൻ്റ് അടിക്കാനാണ്. എന്തായാലേ ആദ്യത്തെ കൂരിയാടിൻ്റെ ആ ഒരു കാഴ്ച എങ്ങനെയാണെന്നുള്ളത് എൻ്റെ വീഡിയോയിൽ പഴയതുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് കാണണ്ടേ, അപ്പോഴല്ലേ നമ്മുടെ കൂരിയാടിൻ്റെ ആ ഒരു അവസ്ഥ മനസ്സിലാക്കി കിട്ടുള്ളൂ അല്ലേ. ഇപ്പം നോക്കി നിങ്ങൾ പൊളിയല്ലേ. അതിൻ്റെ മുകളിൽ കൂടി വാഹനങ്ങൾ പോകുന്ന കാഴ്ച അടിപൊളിയല്ലേ. ഈ ഇടത്തെ സൈഡ് ഭാഗാട്ടോ മൊത്തം ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണത്. ഏതായാലും ഉഷാറായി.
ലൈൻ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു, ലൈറ്റ് ഫിറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞു. വാഹനങ്ങൾ ഉഷാറായിട്ട് അങ്ങനെ പോകുന്നു. സന്തോഷമായി ഉണ്ടാവും ഇതിലൂടെ പോകുന്ന ആളുകൾക്ക് അല്ലേ? അടിപൊളി. സൂപ്പർ സൂപ്പർ. ഇത്ര പെട്ടെന്നല്ലേ KNRCയിൽ അടിപൊളി കമ്പനി കേട്ടോ. അവർ ഒരു വർഷം എന്നുള്ള ഒരു വർഷത്തിൻ്റെ മുമ്പ് തന്നെ ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹൈ സ്പീഡിലായിരുന്നു വർക്ക്. എങ്ങനെ എത്രത്തോളം മണ്ണൊക്കെ അവിടുന്ന് ഒഴിവാക്കി എങ്ങനെ ഈ വർക്ക് ഒരു എടുക്കും എന്നുള്ള ഒരു ഇത് ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരതൊന്നും ഒക്കെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്തു എന്ന് പറയാം കേട്ടോ. KNRCയിൽ ഇവിടുത്തെ വർക്കിൽ ഇവരുടെ റീച്ചിൽ ആദ്യം തീർത്ത ഓവർപാസിൻ്റെ വർക്കാണ് നമ്മുടെ കുളപ്പുറത്തെ ഈ ഓവർപാസിൻ്റെ വർക്കൊക്കെ. പക്ഷേ അവസാനം പോകേണ്ട ഗതികേടാണ് ഇപ്പോൾ ഉണ്ടായത് കേട്ടോ. കുറേ കാലം ഒരു കൊല്ലമായില്ലേ ഇതിലെ യാത്ര പോകാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏതായാലും ഉഷാറായിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഇവർ ഗാഡറുകളൊക്കെ ഇവിടെ കൊണ്ടുവച്ചൊരു ഏരിയ ആയിരുന്നു. ഇവിടെയൊക്കെ റോഡൊക്കെ കുറച്ചൊരു ഡാമേജ് ആയിട്ടുണ്ട്. ആ ഏരിയയിൽ മൊത്തം ഒരു റഫ്നെസ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ടാറിങ്ങും ലൈൻ മാർക്കിങ്ങും ഒക്കെ കഴിഞ്ഞാലേ ഇനിയൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നത്. ഏതായാലും ഇവർക്ക് 15 കൊല്ലത്തെ വാറണ്ടി ഉണ്ടല്ലോ. അപ്പം അതിലൊക്കെ ഇനി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ റീടാറിങ് ഒക്കെ ഉഷാറായിട്ട് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ സ്നേഹിതന്മാർ, ഇതൊക്കെയാണ് നമ്മുടെ KNRC. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂരിയാട് കുളപ്പുറം ഭാഗത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.